ഇംഗ്ലീഷിലെ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു കൺസേൺ ആണ്, എങ്ങനെ എഴുതിയിട്ടും 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 4-5 മാർക്കിൽ കൂടുതൽ കിട്ടുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നത്? കുറച്ച് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ എഴുതി രാമായണം മുഴുവൻ എഴുതും, അല്ലെങ്കിലോ നമ്മൾ ആവശ്യത്തിനുള്ള പോയിന്റ്സ് ഒന്നും എഴുതേയില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് 2 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത് 3 ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസിൽ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് പൊതുവെ എസ്സേ റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, സ്പീച്ച് അല്ലെങ്കിൽ കമ്പാരേറ്റീവ് അനാലിസിസ് ആണ് ചോദിക്കാറ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഒരു ടൈം ലിമിറ്റ് നിങ്ങൾ വെക്കുക. ഒരു 8 മാർക്ക് ക്വസ്റ്റ്യനിൽ 12 മിനിറ്റിൽ കൂടുതൽ എഴുതില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നാൽ തന്നെ ഈ ഓവർ ആയിട്ട് എഴുതുന്ന ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്നുള്ള ഒരു പ്രശ്നം സോൾവ് ആവും. ഇനി രണ്ടാമത്തത്, ഈ ഒരു എഴുതുന്ന ആൻസേഴ്സിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള പാരഗ്രാഫ് ഡിവിഷൻ വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ അത് ഞാൻ 4 തൊട്ട് 5 ലൈനിൽ കൂടുതൽ എഴുതില്ല. അപ്പൊ അതിനായിട്ട് കൺസൈസ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഓൾറെഡി മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. നിങ്ങളുടെ പാരഗ്രാഫ് ഡിവിഷനിൽ ഒരു 8 മാർക്ക് ക്വസ്റ്റ്യന് ഒരു ഇൻട്രൊഡക്ഷൻ, 2 ബോഡി പാർട്ട് ആൻഡ് 1 കൺക്ലൂഷൻ ഉണ്ടാവണം. ഇനി ഈ ഒരു ആൻസർ എഴുതുമ്പോൾ മിസ് ഞാൻ എത്ര പേജ് എഴുതണം, എത്ര പേജ് എഴുതിയാൽ എനിക്ക് 8 മാർക്ക് കിട്ടും എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. അപ്പം ഒരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 200 to 250 വേർഡ്സ് ആണ്. അതായത് 2 പുറം അല്ലെങ്കിൽ 2.5 പുറം, ബാക്കി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പൊ ഈ 2.5 പുറം എഴുതുന്ന സമയത്ത് 2.5 പുറം എഴുതി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടില്ല. ഈ 2.5 പുറത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കി അതിനുള്ള കോണ്ടന്റ് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുള്ളൂ. അതിൽ എസ്സേ, ആർട്ടിക്കിൾ പോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിനുള്ള മാർക്സും കിട്ടും. എന്ന് മാത്രമല്ല, പാരഗ്രാഫ് ഡിവിഷൻസ് വരുത്തുന്നതിന്റെ കൂടെ തന്നെ കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹൗഎവർ, ഓൺ ദി വൺ ഹാൻഡ്, അല്ലെങ്കിൽ അതേപോലെ നെവർദലെസ് എന്നൊക്കെ പറഞ്ഞ് കണക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ പോളിഷ്ഡ് ആണെന്ന് തോന്നിക്കും. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് +2 ആയതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് എറേഴ്സും നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻസിന് ഇനി 4-5 മാർക്കിൽ അത് ലിമിറ്റഡ് ആയി പോവില്ല. നിങ്ങൾക്ക് കറക്റ്റ് 8 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും.